ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്ന ഭൂമിയാണ് അമേരിക്ക. അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളുടെ പൗരത്വം നോക്കാതെ തന്നെ ലഭിക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് അഥവാ ജനനത്തിലൂടെയുള്ള പൗരത്വം ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ നിയമങ്ങളിലൊന്നാണ്. എന്നാൽ ഈ നിയമം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വിദേശികൾ അമേരിക്കയിൽ വന്ന് പ്രസവിക്കുന്നതിലൂടെ കുട്ടിക്ക് പൗരത്വം നേടിക്കൊടുത്ത ബർത്ത് ടൂറിസം പൂർണ്ണമായും നിരോധിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ ഭരണകൂടം. ഇതിനായി സെനറ്റർ ജോൺ കോർണൽ അവതരിപ്പിച്ച ബാക്ക് ഓഫ് ആക്ട് പ്രവാസി ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ നിയമം? ഇത് ആരെയാണ് ബാധിക്കുക? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് ബർത്ത് ടൂറിസം എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒരു വിദേശ പൗരത്വമുള്ള വ്യക്തി തന്റെ കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കണമെന്ന ഏക ലക്ഷ്യത്തോടെ സന്ദർശക വിസയിലോ മറ്റോ അമേരിക്കയിൽ വന്ന് പ്രസവിക്കുന്നതിനെയാണ് ബർത്ത് ടൂറിസം എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും പൗരത്വത്തിന് അർഹതയുണ്ട്. ഈ പഴുതുപയോഗിച്ച് ചൈന, റഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും അമേരിക്കയിൽ എത്തുന്നുണ്ട്. കുട്ടി അമേരിക്കൻ പൗരനാകുന്നതോടെ 21 വയസ്സ് തികയുമ്പോൾ മാതാപിതാക്കൾക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കും. ഇതാണ് പുതിയ നിയമത്തിലൂടെ തടയാൻ ഉദ്ദേശിക്കുന്നത്. സെനറ്റർ ജോൺ കോർണൽ മുന്നോട്ട് വെച്ച ഈ ബിൽ പാസ്സായാൽ വലിയ മാറ്റങ്ങളാകും വരിക. ബർത്ത് ടൂറിസത്തിൽ ഏർപ്പെടുന്ന വിദേശികളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാനും പിന്നീട് അവർക്ക് പ്രവേശനം നിഷേധിക്കാനും നിയമം അധികാരം നൽകുന്നുണ്ട്. അതുപോലെ ബർത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തടവിലിടാൻ ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് അധികാരം ലഭിക്കും. കൂടാതെ ബർത്ത് ടൂറിസ്റ്റുകളെ അയക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതുപോലെ വിസ ഓഫീസർക്കോ ഇമിഗ്രേഷൻ ജഡ്ജിക്കോ സംശയം തോന്നിയാൽ ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാൻ വൈദ്യപരിശോധനയ്ക്ക് ഉത്തരവിടാം. ആ പരിശോധനയിൽ പ്രസവിക്കാനാണ് വരുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ കോൺസുലർ ഓഫീസർക്ക് വിസ നിഷേധിക്കാനും സാധിക്കും. അധികാരമേറ്റയുടൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രൊട്ടക്ടിംഗ് ദ മീനിങ് ആൻഡ് വാല്യൂ ഓഫ് അമേരിക്കൻ സിറ്റിസൺ എന്ന പേരിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ ആണെങ്കിൽ മാത്രമേ കുട്ടിക്ക് പൗരത്വം നൽകാവൂ എന്നതായിരുന്നു ഇതിന്റെ സാരം. ഈ ഉത്തരവ് ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയുടെ വിധി അമേരിക്കയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരത്വ നയത്തിന്റെ ഭാവി നിശ്ചയിക്കും. അമേരിക്കയിൽ പ്രതിവർഷം നടക്കുന്ന 3.5 മില്യൺ പ്രസവങ്ങളിൽ ഏകദേശം 26,000 മുതൽ 33,000 വരെ കേസുകൾ ബർത്ത് ടൂറിസത്തിന്റെ ഭാഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ബർത്ത് ടൂറിസ്റ്റുകൾ ആശുപത്രി ബില്ലുകൾ നൽകാതെ പോകുന്നത് ടാക്സ് പേയർമാരുടെ പണത്തിന് നഷ്ടമുണ്ടാക്കുന്നുവെന്ന് നിയമത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ ബർത്ത് ടൂറിസം ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ പ്രത്യേക അന്വേഷണ വിഭാഗം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ചൈനീസ് മെറ്റേണിറ്റി ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് വലിയ റെയ്ഡുകളുമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലെ സിറ്റിസൺഷിപ്പ് ക്ലോസ് പറയുന്നത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളും അമേരിക്കൻ പൗരന്മാരാണ് എന്നാണ്. അതിനാൽ ഒരു ലളിതമായ നിയമത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയോ ഇത് മാറ്റാൻ കഴിയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും നിയമവിദഗ്ധരും വാദിക്കുന്നു. ഭരണഘടനാ ഭേദഗതി വരുത്തണമെങ്കിൽ കോൺഗ്രസിന്റെ 2 സഭകളിലും 3/2 ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇത് നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ്. ഈ നിയമം നടപ്പിലാകാൻ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഭീകരമായിരിക്കും. ഒരു കുട്ടി ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരും. ജനന സർട്ടിഫിക്കറ്റ് മാത്രം പൗരത്വത്തിന് തെളിവാകില്ല. അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമായ വിദേശികൾക്ക് അവിടെ കുട്ടികൾ ജനിച്ചാൽ അവർക്ക് പൗരത്വം ലഭിക്കുമോ എന്നതിൽ അവ്യക്തത വരും. മാതാപിതാക്കൾക്ക് ഗ്രീൻ കാർഡ് ഇല്ലെങ്കിൽ കുട്ടി സ്റ്റേറ്റ്ലെസ് ആകാനും സാധ്യതയുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾക്ക് അമേരിക്കൻ വിസ ലഭിക്കുന്നത് അസാധ്യമാകും. ഇത് വിനോദസഞ്ചാരത്തെയും ബിസിനസ് യാത്രകളെയും ബാധിച്ചേക്കാം. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഈ പഴുതുപയോഗിച്ച് ഭാവിയിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടെന്നാണ് ഈ ബില്ലിനെ അംഗീകരിക്കുന്നവർ പറയുന്നത്. വിസാപേക്ഷയിൽ കള്ളം പറഞ്ഞെത്തുന്നവരെ തടയേണ്ടത് നിയമവ്യവസ്ഥയുടെ ആവശ്യമാണെന്നും വർഷങ്ങളോളം ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലൂടെ ഇത്തരം കുറുക്കുവഴികൾ ഉപയോഗിച്ച് പൗരത്വം നേടുന്നത് നീതിയല്ലെന്ന് ബില്ലിനെ അംഗീകരിക്കുന്നവരും പറയുന്നു. അമേരിക്കയിലെ ബർത്ത് ടൂറിസം നിർത്തലാക്കാനുള്ള ബാക്ക് ഓഫ് ആക്ട് കേവലം ഒരു ബില്ലല്ല, മറിച്ച് അമേരിക്കൻ സ്വത്വത്തെക്കുറിച്ചുള്ള വലിയൊരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാണ്. ഇത് നിയമമാകുമോ അതോ സുപ്രീം കോടതി തള്ളിക്കളയുമോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. അമേരിക്കയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന ഗർഭിണികളും അവിടെ കഴിയുന്ന പ്രവാസികളും ഈ മാറുന്ന നിയമ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പൗരത്വം എന്നത് ഒരു അവകാശമാണോ അതോ ആനുകൂല്യമാണോ എന്ന തർക്കം അമേരിക്കയിൽ വരും നാളുകളിൽ കൂടുതൽ ശക്തമാകും.